ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഞാൻ വീണ്ടും മൂന്നാം തവണ പരിശുദ്ധ അമ്മ 25 വർഷത്തിനുള്ളിൽ ചെയ്ത അത്ഭുതകരമായ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ടാണ് വീണ്ടും വന്നിരിക്കുന്നത്. ഇത് മൂന്നാമത്തെ ഷെയറിംഗ് ആണ് കേട്ടോ. അമ്മ മാതാവ് വീട്ടിൽ വരാനുണ്ടായ കാരണവും വന്നിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളും എല്ലാമാണ് ഞാനിതിൽ പറയുന്നത്. ഇതിൽ നിന്ന് വലിയ ബോധ്യങ്ങൾ കിട്ടുന്നു എന്ന് എനിക്ക് വരുന്ന മെസ്സേജുകളിൽ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ ഇത് പങ്കുവെക്കുമ്പോൾ ഇത് ഇത്രമാത്രം ആളുകൾക്ക് വലിയൊരു ശക്തി കിട്ടും എന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. എല്ലാം ഒന്ന് പറയാം. 25 വർഷമായല്ലോ അമ്മ ഒരു ചൊവ്വാഴ്ച പോലും മുടങ്ങാതെ ഇത് കൊണ്ടുപോയിട്ട്. അപ്പോൾ വെറുതെ അതൊക്കെ ഒന്ന് പറയാം എന്ന് ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. അല്ലാതെ അതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല ഇങ്ങനെ ഞാൻ ഇത് പങ്കുവെക്കുന്നതിന്. പിന്നെ ലൈഫ് എന്തോരമുണ്ട് എന്ന് നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് ഉള്ള സമയത്തിനുള്ളിൽ എനിക്കുണ്ടായ അനുഭവങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് പറയുന്നു. അതിൽ നിന്ന് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ നന്മയുടെ ചിന്തകൾ ഒന്നുകൂടെ ഈശോയിലേക്ക് അടുക്കാനോ ഈശോയുടെ വിശ്വാസം ആഴപ്പെടാനോ സഹായിച്ചെങ്കിൽ അത്രയും സന്തോഷം. അത്രയേ ഉള്ളൂ ഇത് ഈ പങ്കുവെക്കലിൻ്റെ ഉദ്ദേശം. ഇന്ന് ഞാൻ പറയുന്നത് പരിശുദ്ധ അമ്മ മരണത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ. ഇപ്പം ഞാൻ ഈ സഹനത്തിൻ്റെ പുറത്ത് ഇങ്ങനെ ഗിഫ്റ്റഡ് ആയിട്ട് മാറുകയാണ്. ഗിഫ്റ്റഡ് എന്ന് പറഞ്ഞാൽ സഹിക്കാനുള്ള ഗിഫ്റ്റ് ധാരാളം തന്നിട്ടുണ്ട്. അടിക്കടി സഹനങ്ങൾ വരുമ്പോൾ പിടിച്ചു നിൽക്കാനുള്ള ശക്തി ദൈവം തമ്പുരാൻ തരുന്നുണ്ട്. അത് മാത്രമല്ല ചില കാര്യങ്ങളൊക്കെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ചിലതൊന്നും മനസ്സിലാകാറില്ല. പക്ഷേ ഇന്ന് ഞാൻ പങ്കുവെക്കുന്നത് 2 പേരെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ അനുഭവമാണ്. അത് അങ്ങനെയാണ്. മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനെങ്ങനെയെങ്കിലും കർത്താവ് രക്ഷപ്പെടുത്തും. ആരിൽ കൂടെയെങ്കിലും. ചിലപ്പോൾ കൊച്ചുകുട്ടിയിൽ കൂടിയായിരിക്കും, ചിലപ്പോൾ ഒരു മീൻ കൊണ്ടുപോകുന്ന മകനെ കൂടിയായിരിക്കും. ഇതൊക്കെ എൻ്റെ അനുഭവങ്ങളാണ് കേട്ടോ. മീൻകാരനിലൂടെ എനിക്ക് വലിയൊരു അനുഭവം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മുടെ രോഗങ്ങൾ തിരിച്ചറിയാനായിട്ടുള്ള ഇട വന്നിട്ടുണ്ട്. പരിശുദ്ധ അമ്മ എന്നെ സഹിപ്പിച്ച് പിന്നെ കുറേ മുൻകൂട്ടി പറയാനുള്ള കൃപകളൊക്കെ തന്ന് അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിലാണ് ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ തൊണ്ടയിൽ വന്ന ഒരു ക്യാൻസർ. അത് 2012 ഉണ്ടാകുന്നത്. ഇപ്പോൾ 2025, 13 വർഷങ്ങൾക്ക് മുൻപ്. അപ്പോൾ എൻ്റെ ഭർത്താവ് അന്ന് പരിശുദ്ധ കുർബാനയ്ക്ക് പോകാറില്ല. 3 വർഷത്തോളമായി പരിശുദ്ധ കുർബാനയ്ക്ക് പോകാതെ. അത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ പറയും, എനിക്ക് കുർബാന സ്വീകരിക്കാനുള്ള വിശുദ്ധി ഇല്ല എന്ന്. അപ്പോൾ ഞാൻ പറയും, എല്ലാവർക്കും ഇപ്പോൾ ഈശോനെ സ്വീകരിക്കാനുള്ള വിശുദ്ധി ഉണ്ടായിട്ടാണോ എല്ലാവരും സ്വീകരിക്കുന്നത്? കൊടും പാപികളല്ലേ. കർത്താവിൻ്റെ മാപ്പ് പറഞ്ഞ് കുമ്പസാര കൂട്ടിൽ കയറി നമ്മൾ മാപ്പ് പറഞ്ഞ് അനുരഞ്ജനം നേടിക്കഴിഞ്ഞിട്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കണ്ടേ? അങ്ങനെ സ്വീകരിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു പെസഹ വ്യാഴാഴ്ച, 3 വർഷങ്ങൾക്ക് ശേഷം ഒരു പെസഹ വ്യാഴാഴ്ച ഈ ജീവിത പങ്കാളി വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു. അന്നത്തെ അച്ഛനും എനിക്കും ഒക്കെ സന്തോഷമായി. അങ്ങനെ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും സ്വീകരിക്കുന്നു, ഞായറാഴ്ചയും സ്വീകരിച്ചു. ഞായറാഴ്ച ഈസ്റ്ററിൻ്റെ അന്ന് കുർബാന സ്വീകരിച്ച് വന്നതിന് ശേഷം വീട്ടിൽ വന്ന് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഒരു മുഴ ഇവിടെ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടു. ഒരു മുഴ. അപ്പം ഞങ്ങൾ വെച്ച് ഇതുവരെ ഉണ്ടാവാത്ത ഒരു മുഴ പെട്ടെന്ന് തന്നെ കുർബാന സ്വീകരിച്ച് വീട്ടിലേക്ക് വന്നിട്ടേ ഉള്ളൂ. അപ്പം ഞാൻ കളിയാക്കി പറഞ്ഞു, 3 വർഷമായില്ലേ ഈശോനെ സ്വീകരിക്കാതെ. ഇപ്പോൾ ഈശോനെ സ്വീകരിച്ചപ്പോൾ ഈശോ ഉള്ളിലേക്ക് പോയിട്ട് തടഞ്ഞു നിൽക്കണം ഇവിടെ എന്ന്. അത് ഞങ്ങൾ കളിയായിട്ട് പറഞ്ഞതാണ്. അങ്ങനെ ഞാൻ കളിയാക്കി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ചെവിയിൽ പറയാണ്, മോളെ ഇത് ക്യാൻസറാണ് കേട്ടോ എന്ന്. ഞാൻ ഓർത്ത്, ദൈവമേ ഇത് ക്യാൻസറാണോ? ഞാനപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞില്ല. അങ്ങനെ ഞാൻ പിന്നീട് ഇപ്പോൾ നമുക്കിത് ടെസ്റ്റ് ചെയ്യാം. അവർ പറഞ്ഞു, നീ ഒന്നും മിണ്ടാണ്ടെന്ന്, ഇത് നീരിറങ്ങിയിട്ടുള്ളതാണ്, അതൊക്കെ മാറുമെന്ന്. പക്ഷേ ഞങ്ങൾ നിർബന്ധിച്ച് ഞങ്ങൾ ക്യാൻസറിൻ്റെ ആൾക്കല്ല ഞങ്ങൾ കാണാൻ പോയത്. ഓപ്പറേഷൻ കഴിക്കുന്ന ഡോക്ടർ ദേശായി ഉണ്ട്, പണ്ടത്തെ ദേശായി സാറിനാണ് പോയി കാണുന്നത്. ഒല്ലൂർ വിൻസെൻ്റ് പോളിൽ ദേശായി സാർ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അവിടെ ചെന്ന് ഞങ്ങൾ പറഞ്ഞു, ഇത് ഇങ്ങനെ ഒരു മുഴ വന്നിട്ടുണ്ട്, അതുകൊണ്ട്
ഒരു ഓപ്പറേഷൻ ചെയ്ത് കളയാം. അപ്പോൾ ആ ഡോക്ടർക്ക് പൂർണ്ണ ബോധ്യം ഇത് കുഴപ്പമില്ലാത്ത മുഴ. പിന്നെ നിർബന്ധം ഈശോയുടെ പരിശുദ്ധാത്മാവ് എന്നോട് പറയാണ് ഇത് മുഴ ക്യാൻസറാണ്. അപ്പോൾ ഞാൻ അവിടുത്തെ മാനേജർ സിസ്റ്ററിനോട് പറഞ്ഞു, സിസ്റ്റർ ഇങ്ങനെ പറയുന്നുണ്ട് സന്ദേശം, ഇതൊന്ന് ഓപ്പറേഷൻ ചെയ്യണം. അപ്പോൾ ഡോക്ടർ ദേശായി പറഞ്ഞു നമുക്കിത് കുത്തിയെടുത്ത് പരിശോധിക്കാത്ത നിർബന്ധമാണെങ്കിൽ. അങ്ങനെ കുത്തിയെടുത്ത് പരിശോധിച്ചപ്പോൾ നോർമലാണ്, ഒരു കുഴപ്പമില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ കുഴപ്പമില്ലാത്ത മുഴ. അപ്പോൾ ഹിന്ദി അറിയുന്ന ആളാണ്, അതുകൊണ്ട് അദ്ദേഹം ഈ എൻ്റെ ജീവിത പങ്കാളിയായിട്ട് ഭയങ്കര ഫ്രണ്ടാണ്. അപ്പോൾ ഒരു കുഴപ്പമില്ല ഫ്രാൻസിസ് എന്ന്. പക്ഷേ എന്നോട് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു ഇത് ക്യാൻസറാണെന്ന്. അങ്ങനെ ഞങ്ങൾക്ക് സിസ്റ്ററിനോട് പറഞ്ഞ്, മാനേജർ സിസ്റ്ററിനോട് പറഞ്ഞ്, നിർബന്ധം പറഞ്ഞ് പേഷ്യൻറ്റിനെ കൊണ്ട് പറയിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പേഷ്യൻറ്റിനോട് പറയിപ്പിച്ചു. അപ്പോൾ എൻ്റെ ഭർത്താവ് ചോദിച്ചു നിനക്ക് എന്തിനാ ഇത്ര തിരക്ക്, ഇത് എൻ്റെ തൊണ്ടയിൽ കത്തി വയ്ക്കാൻ എന്ന്. ഞാൻ പറഞ്ഞു അത് നമുക്ക് പിന്നീട് കാണാം, എന്തായാലും കത്തി വെച്ച് മുഴ കളയട്ടെ. അങ്ങനെ പറഞ്ഞ് മുഴ ഓപ്പറേഷൻ ചെയ്യുകയാണ്. ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടായ അനുഭവം ഞാൻ നിങ്ങളോട് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞ് റിസൾട്ട് ചെക്ക് ചെയ്യാൻ വിടുമല്ലോ, ബയോപ്സിക്ക് വിടും. അങ്ങനെ ബയോപ്സിക്ക് വിട്ടപ്പോൾ റിസൾട്ട് വന്നു. അപ്പം ഞാൻ 6ാമത്തെ ദിവസം അന്ന് പാക്ക് ചെയ്ത് പോരാം എന്ന് വിചാരിച്ച് നിൽക്കുക. അപ്പോൾ വിൻസെൻ്റ് പോളിൽ അന്ന് CMC കൂട്ടായ്മയ്ക്ക് ഒരു 4 മണിക്കൊരു ടോക്ക് കൊടുക്കാറുണ്ട്. ഒരു 8 വർഷത്തോളം അങ്ങ് കൊടുത്തിട്ടുണ്ട്. അതിനുവേണ്ടി പോകാൻ നിൽക്കുകയാണ്. ആ നിൽക്കുന്ന സമയത്താണ് ഡോക്ടർ എന്നെ വിളിപ്പിച്ചത്. എന്നിട്ട് പറഞ്ഞു, തലയിൽ ഇങ്ങനെ കൈവച്ചിട്ട് പറഞ്ഞു നിങ്ങൾക്കിത് എങ്ങനെ മനസ്സിലായി, എത്ര നിർബന്ധം പറഞ്ഞ് ഇത് ഓപ്പറേഷൻ ചെയ്യണമെന്ന്. അപ്പോഴേക്ക് സിസ്റ്റർ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് ഉണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഗിഫ്റ്റാണ്, മുൻകൂട്ടി ചില കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ചിലരോട് പറയാറുണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ദൈവമേ ഇതൊരു ക്യാൻസറാണ്, ഇതെനിക്ക് ഓപ്പറേഷൻ ചെയ്തപ്പോൾ പോലും മനസ്സിലായില്ല. ഇത്രയും വർഷം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡോക്ടർക്ക് ഇത് മനസ്സിലായില്ല. അത് ഡോക്ടറുടെ കുറവ് കൊണ്ടൊന്നല്ല, തമ്പുരാൻ കർത്താവ് അത് ഡോക്ടറിൽ നിന്ന് മറച്ചു വെച്ചതാണ്, കർത്താവിൻ്റെ ഇടപെടൽ മനസ്സിലാകാൻ വേണ്ടി. അങ്ങനെ രണ്ടാമത് വീണ്ടും അത് റീഓപ്പൺ ചെയ്ത് പിന്നീട് മനസ്സിലായി ക്യാൻസറാണ്. 2 ഇതും റിമൂവ് ചെയ്ത് പിന്നീട് RCCയിലൊക്കെ പോകാനിടയായത്. അതിനോടനുബന്ധിച്ചാണ് റോസ മിസ്റ്റിക് മാതാവ് വന്നത്. പ്രിയ കൂട്ടുകാരെ, ഞാനിത് ആദ്യത്തെ അനുഭവം ഇങ്ങനെയാണ് 2012. അപ്പോൾ കർത്താവിൻ്റെ പദ്ധതിയിൽ ഒരു മനുഷ്യൻ, ഒരു വ്യക്തി, ഒരു സൃഷ്ടി ഇത്രകാലം ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഇടയിൽ എന്തു വന്നാലും കർത്താവ് അത് മുൻകൂട്ടി അറിയിപ്പ് തരും. അങ്ങനെ മുൻകൂട്ടി അറിയിപ്പ് തന്ന ഒരു കാര്യമാണിത്. ഇനി രണ്ടാമതൊരു കാര്യം ഞാൻ പറയാം. ഞങ്ങളുടെ കൂട്ടായ്മയിൽ അത് ഇപ്പോൾ അടുത്ത് ഒരു 2 വർഷത്തിന് മുമ്പ് ഉണ്ടായ കാര്യമാണ്. ഞാൻ നിങ്ങൾക്ക് മുമ്പ് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. ഷീലയുടെ ഭർത്താവ് ജോൺസൺ പെട്ടെന്ന് ഗൾഫിൽ വെച്ച് മരണമടഞ്ഞതിൻ്റെ കാര്യങ്ങൾ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഷീല ജോൺസൺ, ഞാൻ അന്ന് ഛത്തീസ്ഗഡിലേക്ക് പോയിരിക്കുകയാണ്. അവിടെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് പോകുമ്പോഴേ ഷീല വിളിച്ച് പറഞ്ഞിരുന്നു, അലസിച്ച് എനിക്ക് പനിക്കുന്നുണ്ട് കേട്ടോ, ഞാൻ പാരസിറ്റമോളൊക്കെ കഴിച്ച് നിൽക്കുന്നുണ്ട്. അപ്പം തന്നെ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞു നീ പോയി ഡോക്ടറെ കാണു വേഗം എന്ന് പറഞ്ഞു. ഡോക്ടറെ കാണണം, അത് സകനാണല്ലോ കർത്താവ് കാണിക്കുന്നത്, അതുകൊണ്ട് നീ വേഗം പോയി ഡോക്ടറെ കാണുന്നു. അങ്ങനെ ഡോക്ടറെ കാണാൻ പറഞ്ഞു. ഡോക്ടറെ കാണാൻ പോയിട്ടുണ്ടാകും. ഞാൻ നോർത്ത് ഇന്ത്യയിലേക്കും പോയി. ഞാൻ ഛത്തീസ്ഗഡിലായിരിക്കുന്ന സമയത്ത് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഷീലയുടെ അനക്കൊന്നും കാണാനില്ലത്, എന്താ ഫോൺ കോളൊന്നും വരാത്ത, എന്തായി പനിക്കാരി എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഷീലയ്ക്ക് ഫോൺ ചെയ്യാണ്. ആ ഫോൺ ചെയ്യുന്ന സമയത്ത് ഷീലയുടെ ഫോൺ ഷീലയല്ല എടുത്തത്, ഷീലയുടെ ചേർത്തിയാരാണെന്ന് തോന്നുന്നു, ചേർത്തിയാരെടുത്തു. ഭയങ്കര കരച്ചിലാണ് അവർ. അപ്പോൾ ഭയങ്കര കരച്ചിലായപ്പോൾ ഞാൻ പറഞ്ഞു എന്താ പറ്റി, ഷീലയുടെ പനി എന്താ? അപ്പം അനുസരിച്ച് എല്ലാം കൈവിട്ട് പോയി, നമ്മുടെ ഷീല മരിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ തൃശ്ശൂരുള്ള നമ്മുടെ ഒരു വലിയ ഹോസ്പിറ്റലിലാണ് ഷീലയൊക്കെ എടുത്തിരിക്കുന്നത്. ലങ്സിൽ എന്തോ ഒരു പ്രശ്നം വന്നിട്ടുണ്ടെന്നും ഷീല മരിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ആ ഹോസ്പിറ്റലിൽ വിധി എഴുതിയത്. അങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ആകെ സങ്കടമായി. പെട്ടെന്ന് ഞാൻ അവിടെ നിന്ന് കരഞ്ഞുപോയി. കാരണം എന്നും കൂട്ടായ്മയിൽ എന്നുമല്ല 13-ാം തീയതി റോസ മിസ്റ്റിക്ക പ്രാർത്ഥനകളുള്ള 13-ാം തീയതി ഷീല വരാറുണ്ട്. അപ്പോൾ ഞാൻ ആകെ സങ്കടത്തിലായി. ഷീല മരിക്കുകയെ, മരണം എല്ലാവർക്കും ഉണ്ട് എന്ന് പറയുന്ന ഞാൻ തന്നെയാണ് പെട്ടെന്ന്, അത് മനുഷ്യർക്കൊരു ഷോക്ക് വരുമല്ലോ. ഞാൻ ഈശോയോട് ഒന്ന് പ്രാർത്ഥിച്ചു, ഈശോയുടെ സംസാരത്തിനൊന്ന് ചെവി ഓർത്തു. കർത്താവ് പറഞ്ഞു ഷീലയെ ഇവിടെ നിന്ന് വേറെ ഹോസ്പിറ്റലിലേക്ക് മാറ്റാൻ പറഞ്ഞു.
അപ്പോൾ അടയാളമായിട്ട് എന്നോട് ഞാൻ പറഞ്ഞു, ഈശോയെ ഞാൻ എന്താണ് ഇതിന് അടയാളം എനിക്ക്? കർത്താവ് പറഞ്ഞു, ഇപ്പോൾ അഡ്മിറ്റ് ആയിരിക്കുന്ന ഹോസ്പിറ്റലിൽ പറയണം ഞങ്ങൾക്ക് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകണമെന്ന്. അപ്പോൾ അവർ പറയും, ഈ പേഷ്യൻ്റ് മരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾ വേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ട്, വേറെ എവിടെ കൊണ്ടുപോയാലും ഇത് തന്നെയേ ചെയ്യുള്ളൂ, ഇത്രയേ ഉള്ളൂ ട്രീറ്റ്മെൻറ്റ് എന്ന് അവർ പറയും. അതായിരിക്കും നിനക്ക് അടയാളമെന്ന്. ഞാൻ അങ്ങനെ പെട്ടെന്ന് തന്നെ ഞാൻ എറണാകുളത്തുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഇവിടെ നിന്ന് ഡിസ്ചാർജ് വാങ്ങാൻ പറഞ്ഞു. അപ്പോൾ തൃശ്ശൂരുള്ള ഹോസ്പിറ്റലുകാർ പറഞ്ഞു, ഈ ഹോസ്പിറ്റലിൽ കിട്ടുന്ന സൗകര്യം തന്നെ അവിടെയും കിട്ടുള്ളൂ, ഇത് തന്നെയേ ഇതിന് ട്രീറ്റ്മെൻ്റ് ഉള്ളൂ, ഇദ്ദേഹം മരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല, വഴിയിൽ വെച്ച് മരണം സംഭവിച്ച ഞങ്ങൾ ഉത്തരവാദികളല്ല എന്ന്. അപ്പോൾ അവർ ഇങ്ങനെയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ ഉടനെ ഞാൻ അവരോട് പറഞ്ഞു, ഇനി പെട്ടെന്ന് നിങ്ങൾ കൊണ്ടുപോക്കോ, എനിക്കുള്ള അടയാളം കിട്ടിക്കഴിഞ്ഞു. അങ്ങനെ കുറേ ഫോൺ കോളുകളൊക്കെ നടത്തി അവിടെ നിന്ന് ആംബുലൻസിൽ കയറ്റി, ആംബുലൻസ് നീങ്ങാണ്. അപ്പോൾ ഷീലയോട് ചോദിച്ചു എന്താ വേണ്ടത്? ഷീല പറഞ്ഞു, ആലോചിച്ച് എന്താണ് പറയുന്നതെങ്കിൽ എനിക്ക് അതുപോലെ ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി അവിടെ നിന്ന് വിട്ട് കിട്ടാനായിട്ട്. പിന്നെ ഞാൻ അവിടെ ഛത്തീസ്ഗഡിലായപ്പോൾ ഞാൻ കുറച്ച് ടെൻസ്ഡ് ആയിരിക്കുന്ന സമയത്ത് അവിടെ ഒരു പുരോഹിതൻ വന്നിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ വിളിച്ച് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്ത് അങ്ങനെ ഷീലേനെ ഇവിടെ നിന്ന് ആ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്. അവിടെ അവരെല്ലാം അറേഞ്ച്ഡ് ആയിട്ട് നിന്നിരുന്നു. ഹോസ്പിറ്റലിൻ്റെ പേര് വരെ പറഞ്ഞിരുന്നു, ഇന്ന ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോ എന്ന്. പ്രിയ സഹോദരങ്ങളെ, അവിടെ കൊണ്ടുപോയപ്പോഴാണ് അറിയുന്നത്, അതിനേക്കാൾ മുൻപ് ഇവിടെ നിന്ന് റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞു അങ്ങോട്ട്. കാരണം ഇത് തന്നെയാണ് അവിടെയും ചെയ്യുന്നതെങ്കിൽ പിന്നെ കൊണ്ടുവരേണ്ട പേഷ്യൻറ്റിനെ എന്ന്. അങ്ങനെ റിപ്പോർട്ട് കൊടുത്തപ്പോൾ ആ ഹോസ്പിറ്റലിൽ പറഞ്ഞു, പേഷ്യൻറ്റിനെ വേഗം എത്രയും വേഗം കൂടെ കൊണ്ടുപോകാൻ, ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ കൂടെ ഈ ഒരു കാര്യത്തിന് ഇവിടെ ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്, അതുകൊണ്ട് നിങ്ങൾ പേഷ്യൻറ്റിനെ കൊണ്ടുവരണം. അങ്ങനെ ഈ ഷീലയെ അങ്ങോട്ട് കൊണ്ടുപോയി അവരവിടെ കുറച്ച് പൈസ ചിലവുണ്ട്. കാരണം അവിടെ എന്താണ് ഈ പ്രശ്നം ലങ്സിന് വന്നിരിക്കുന്നത് എന്നുള്ളത് നോക്കിയപ്പോഴാണ് സ്റ്റെഫിലോകോക്കസ് എന്നാണ് പറഞ്ഞ ഒരു ബാക്ടീരിയ എന്തോ സാധനമാണ് അതിൻ്റെ ഉള്ളിൽ കയറി. എനിക്കതിനെക്കുറിച്ച് വലിയ വിവരമൊന്നുമില്ല. അങ്ങനെ സംഭവം വായിലൊതുങ്ങാത്ത ഓരോ പേരുകളായിട്ടാണ് ഈ ബാക്ടീരിയകളും വൈറസുകളും വന്നേക്കണത്. അപ്പോൾ അതുകൊണ്ട് നമുക്കത് നമ്മുടെ കൺട്രോളിൽ പോകുന്ന കാര്യങ്ങളല്ല. അപ്പോൾ എന്തോ ഒരു സാധനം സ്റ്റെഫിലോകോക്കസ് അതിൻ്റെ ഉള്ളിൽ വന്നിരുന്നു. എന്തായാലും വലിയ ഒരു വിഷമഗന്ധത്തിലൂടെയാണ് അവർ പോയത്. അപ്പോൾ ഇവിടുത്തെ ഡോക്ടർമാരും പറഞ്ഞു, ഒന്നും പറയാറായിട്ടില്ല, ലങ്സ് നശിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയായിരുന്നു. പ്രിയ കൂട്ടുകാരെ, കർത്താവ് പേര് തന്ന് കൊണ്ടുപോകണം ഇന്ന സ്ഥലത്തേക്ക് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവിടെ രക്ഷയുണ്ട് എന്ന് എനിക്കറിയാം. അങ്ങനെ ഒരാഴ്ച കൊണ്ട് ഷീല റിക്കവർ ചെയ്തു. ഇത് നമ്മുടെ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ മാതാവ് തന്ന ഒരു വലിയ അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇപ്പോൾ ഷീല ജീവനോടെ ഇരിക്കുന്നു എന്നുള്ളത് ഏറ്റവും വലിയ അത്ഭുതമാണ്. പ്രിയ കൂട്ടുകാരെ, നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ധാരാളം കുരുക്കുകൾ വരും. എല്ലാ കുരുക്കുകളും അഴിയുമെന്നും എല്ലാവരും രക്ഷപ്പെടുമെന്നും ഈ ചേച്ചി ഒരിക്കലും പറയില്ല കേട്ടോ. ചിലരൊക്കെ പറഞ്ഞ പോലെ കൈവച്ചാൽ ഇപ്പം സഹിക്കും, ഇന്നത് ചെയ്താൽ എല്ലാം നടക്കും, എല്ലാ കാര്യങ്ങളും നടക്കും. നടക്കില്ല. ഞാൻ അങ്ങനെയാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞിട്ടുള്ളത്. കർത്താവിൻ്റെ പദ്ധതിയിലുണ്ടെങ്കിൽ മാത്രമേ നടക്കുള്ളൂ. നീ എവിടെ പോയാലും, നീ എന്തൊക്കെ കസരത്തുകൾ കാണിച്ചാലും, നിന്റെ പദ്ധതിയിൽ കർത്താവ് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നടക്കുകയുള്ളൂ. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, കർത്താവ് നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ അനുവദിക്കും. എന്തിനാണെന്നോ കർത്താവ് സഹനങ്ങൾ അനുവദിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? കർത്താവ് നമുക്ക് പറ്റാവുന്ന സഹനം തരുള്ളൂ. ആരും വിചാരിക്കേണ്ടത് എനിക്ക് സഹിക്കാൻ പറ്റണില്ലല്ലോ. ഈ ഒരു സഹനം നിന്റെ ജീവിതത്തിൽ തന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് സഹിക്കാൻ ശക്തി കിട്ടും. നീ പ്രാർത്ഥിക്കണം, കർത്താവിൽ നിന്നാണ് ഈ സഹനം വരുന്നത് എന്ന് വിശ്വസിച്ചിട്ട് നീ പ്രാർത്ഥിച്ചു നോക്ക്. കർത്താവ് സഹിക്കാൻ ശക്തി തരും. കൂട്ടുകാരെ, എന്തിനാ ഈ കർത്താവ് ഇതുപോലെ സഹിപ്പിക്കുന്നത്? അതാണ് എല്ലാവരും ചോദിച്ചത്, എന്തിനാ അതെങ്ങനെ സഹിപ്പിക്കുന്നത്? സഹിപ്പിക്കുന്നതിൻ്റെ കാര്യം പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പാപത്തിൻ്റെ പരിഹാരമാണ്. ഒന്നുകിൽ നമ്മൾ ചെയ്ത പാപത്തിൻ്റെ പരിഹാരം, ആ പരിഹാരം ഇവിടെ നിന്ന് കഴിഞ്ഞു പോയാൽ എത്രയും വേഗം ശുദ്ധീകരണത്തിന് രക്ഷപ്പെടാം. ചിലപ്പോൾ നമ്മൾ തലമുറയിൽ ആരെങ്കിലും ചെയ്ത പാപത്തിന് പരിഹാരമായിരിക്കും. അല്ലെങ്കിൽ നമ്മളെ വലിയ ഉദ്ദേശത്തിന് വേണ്ടി, ലോകത്തിൻ്റെ ഒരു മാനസാന്തരത്തിന് വേണ്ടി നമ്മുടെ സഹനം കുറച്ച് ആവശ്യമുണ്ട് കർത്താവിന്. അപ്പോൾ എല്ലാവരും പറയും, ഒരു ബലി നടന്നില്ലേ, ആകെ ഒരു ബലി പോരെ, പിന്നെന്തിനാ ഇനിയിപ്പോൾ എപ്പോഴും ഇങ്ങനെ സഹിപ്പിക്കുന്നത്?
അങ്ങനെ കർത്താവ് യേശു മിശിഹ ഒരു ബലി നടത്തിയിട്ടുണ്ട്, എല്ലാം കഴിഞ്ഞു എന്നും പറഞ്ഞു കഴിഞ്ഞാൽ സുഖമായിട്ട് ജീവിക്കാന്നാണോ നമ്മുടെയൊക്കെ സത്യങ്ങൾ? അങ്ങനെയാണോ നമ്മുടെയൊക്കെ വിചാരം? ഇങ്ങനെയാണോ? ഈശോയെ കുരിശിൽ തൂങ്ങി മരിച്ചിട്ടുണ്ടല്ലോ, ഇനിയിപ്പോൾ എന്ത് പാപം ചെയ്താലും അവൻ വരാൻ പോകുന്ന പാപങ്ങൾക്കും വന്നുപോയ പാപങ്ങൾക്കും ഒക്കെ പരിഹാരമല്ലേ, പരിഹാര ബലി അർപ്പിച്ചേക്കണേ എന്നാണ് പറയുന്നത്. അത് വലിയ മണ്ടത്തരമാണ്. കർത്താവിൻ്റെ പീഡകളുടെ കുറവ് നമ്മുടെ ശരീരത്തിൽ കർത്താവ് തരും. കാരണം ഇനിയും പാപം പെരുകിക്കൊണ്ടിരിക്കുക. പാപത്തിന് പരിഹാരമായിട്ട് നമ്മളും കർത്താവിൻ്റെ കൂടെ പരിഹാര ബലിയാകണം. അപ്പം അതുകൊണ്ട് അങ്ങനെ സഹനത്തിനൊരു വലിയ മൂല്യമുള്ള അവസ്ഥയുണ്ട് കേട്ടോ. സഹനം എന്ന് പറഞ്ഞാൽ കർത്താവ് നമുക്ക് തരുന്ന ഒരു നിധിയാണെന്നാണ് പറയുക, സ്വർഗത്തിലേക്കുള്ള ചവിട്ടുപടി. സഹനമില്ലാത്ത ജീവിതമാണെങ്കിൽ കാര്യം വളരെ മോശമാണ്. മലാക്കിയുടെ പുസ്തകം 3:3 നമുക്ക് വായിക്കാൻ കഴിയും, വെള്ളി ഉലയിൽ ശുദ്ധീകരിക്കുന്നവനെ പോലെ അവിടുന്ന് ഉപവിഷ്ടനാകും എന്നാണ് പറയുന്നത്. വെള്ളി ഉലയിൽ ശുദ്ധീകരിക്കുന്നത് പോലെ. ഈ വെള്ളി ശുദ്ധീകരിക്കുന്നത് ഒരു പ്രത്യേക വിധത്തിലാണത്രേ. ഞാൻ ശുദ്ധീകരിക്കാൻ നിന്നിട്ടില്ല കേട്ടോ, എനിക്ക് വായിച്ചിട്ടുള്ള അറിവുള്ളൂ. ഈ ഉരുകിക്കൊണ്ടിരിക്കുന്ന വെള്ളിയിലേക്ക് ശുദ്ധീകരിക്കുന്ന ആള് നോക്കിക്കൊണ്ടിരിക്കും. ആ ഒരു പ്രത്യേക നിമിഷത്തില് ആ വ്യക്തിയുടെ മുഖം കണ്ണാടിയിൽ എന്ന പോലെ ഈ ഉരുകുന്ന വെള്ളിയിൽ കാണും. ഈ ഉരുകി തിളച്ച് വന്ന വെള്ളിയിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന ആളുടെ മുഖം കണ്ണാടിയിൽ എന്ന പോലെ കാണും. അങ്ങനെ കണ്ണാടിയിൽ എന്ന പോലെ ഈ ആളുടെ മുഖം കാണുന്ന സമയമാണ് വെള്ളിയുടെ ശുദ്ധി നിശ്ചയിക്കുന്ന മാനദണ്ഡമെന്ന്. അതായത് ആ സമയത്ത് തീ കെടുത്തിക്കളയും. വെള്ളി തിളയ്ക്കുന്നത് ആ ഘട്ടം വരെ എത്താതിരുന്നാലും അത് കഴിഞ്ഞ് പിന്നെയും തിളയ്ക്കാൻ അനുവദിച്ചാലും വെള്ളി നാശമാകും. അതുകൊണ്ട് ഉലയിലെന്ന പോലെ നമ്മെ ശുദ്ധീകരിക്കുന്ന സൃഷ്ടാവായ ദൈവം സഹനത്തിന്റെ തീച്ചുളയിൽ നമ്മൾ ഉരുകി തിളയ്ക്കുമ്പോൾ നമ്മെ നോക്കി ഇരിക്കുന്നുണ്ട്. നമ്മുടെ സഹന തീച്ചുളയിൽ കിടന്നുള്ള ഒരുക്കത്തിൽ കർത്താവ് നമ്മളെ നോക്കുമ്പോൾ കർത്താവിന്റെ മുഖം നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിക്കും, നമ്മുടെ സഹനത്തിൽ പ്രതിഫലിക്കും. അതായത് നമ്മുടെ മുഖം കർത്താവിന്റെ മുഖത്തിനോട് സാമ്യമുള്ളതാകുമെന്നാണ് പറയുന്നത്. അപ്പൊ ഈ സൃഷ്ടാവ് നോക്കിയിരിക്കും. അത് വെള്ളിയെ കുറേ സമയം തിളയ്ക്കാതെ തീ കത്തിച്ചിട്ടും തിളയ്ക്കാത്ത അവസ്ഥയിൽ നിർത്തില്ല. ഇനി തിളച്ച് കഴിഞ്ഞിട്ട് കൂടുതൽ സമയത്ത് തിളപ്പിക്കൂല. അതിനൊരു പ്രത്യേക നിമിഷമുണ്ട്. സഹനത്തിന്റെ അവസാന ഘട്ടത്തില് സൃഷ്ടാവിന്റെ മുഖം ഈ വെള്ളിയില് ഈ സഹനത്തീച്ചുള്ളിൽ തെളിഞ്ഞു കാണും. ആ സമയത്ത് അത് നിർത്തും, സഹനം നിർത്തും. കർത്താവിന്റെ മുഖം നമ്മിൽ പ്രതിഫലിപ്പിക്കണം. അതായത് സഹനം അതിന്റെ പൂർണ്ണതയിൽ എത്തിക്കഴിയുമ്പോൾ സഹനം അനുഭവിക്കുന്ന വ്യക്തിയുടെ മുഖഭാവം ദൈവത്തിൻ്റെതിന് തുല്യമായിട്ട് രൂപാന്തരപ്പെടും. വീണ്ടെടുപ്പിനായിട്ട് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ആ സമയം വിശുദ്ധിയുള്ള മനുഷ്യരാൽ ലോകം നിറയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ വരുന്നത്. നിങ്ങൾ ഓർത്തിരിക്കണം, സഹനങ്ങൾ വരുമ്പോൾ പകച്ചു പോരുത്. പ്രിയ കൂട്ടുകാരെ, ഇത് അന്ത്യകാലമാണ്. സമയം ഇനി കുറച്ചേ ഉള്ളൂ. പണ്ട് പറയുന്നത് പോലെയല്ല സഹനം. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഓർത്തോ, ഇത് അന്ത്യകാലമാണ്. നമ്മളെ കർത്താവ് സഹനത്തിന്റെ തീച്ചുള്ളിലിട്ട് ഉരുക്കി ദൈവത്തിന് തുല്യമാക്കി മാറ്റും. കാരണം ഒരു സഹനം നമ്മുടെ ജീവിതത്തിൽ കണക്കായിട്ട് കിട്ടിയാൽ എന്തൊരു അനുഗ്രഹമാണെന്നറിയോ. വെറുപ്പ്, വൈരാഗ്യം, വിദ്വേഷം, കോപം, നീരസം എല്ലാം ഒരു മിനിറ്റ് കൊണ്ട് പോകും. ഇനി മരണത്തിനെ അഭിമുഖീകരിച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, എന്ത് നല്ല അവസ്ഥയാണെന്നറിയോ. മരണം മുന്നിൽ കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാം കഴിഞ്ഞു, പോവാണ്. ആര് ചതിച്ചാൽ എന്ത്, നമ്മളിനി കൊടുത്ത ചതികൾക്കൊക്കെ നമ്മൾ മാപ്പ് പറയും, പെട്ടെന്ന് മാപ്പ് പറയും. കാരണം പോകാറായി. ഇനി അവിടെയുള്ള ഏകപിടുത്തം, അവിടെ ഏതെങ്കിലും സ്ഥലം കിട്ടണം. എന്തെങ്കിലും സ്ഥലം കിട്ടി അവിടെ നമ്മൾ സെറ്റപ്പ് ആവണം. അത് കർത്താവിനെ കാണാനുള്ള ഒരു സ്ഥലമായിരിക്കണം. അതാണല്ലോ നമ്മുടെ ലക്ഷ്യം. അതാണല്ലോ നിത്യജീവൻ. ഇതിനു വേണ്ടിയാണല്ലോ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. പ്രിയ കൂട്ടുകാരെ, നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങൾ അടിക്കടി വരുമ്പോൾ നിങ്ങൾ ഓർത്തോ, നിങ്ങളെ വെള്ളി ഉലയിൽ ശുദ്ധീകരിക്കുന്ന പോലെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് പിറുപിറുക്കണ്ട, പാഞ്ഞു നടക്കണ്ട. സഹനം മാറിപ്പോണം എന്ന് പറഞ്ഞിട്ട് അവിടെ മറ്റേ അത് എന്തൊക്കെയോ സാധനങ്ങൾ എടുത്തു, ഇനി ഇവിടെ കുറെ നിയോഗം വെച്ചു, അത് കഴിഞ്ഞു, ഇവിടെ ചെയ്തു, അത് ചെയ്തു. സഹനങ്ങൾ നിങ്ങൾ എത്ര ഓടി നടന്നില്ലെങ്കിലും തക്ക സമയത്ത് അത് മാറിപ്പോകും. ഞാൻ ഇന്ന് വരെ ഒരു നിയോഗവുമായിട്ട് എവിടെ ഓടിപ്പോയിട്ടില്ല.
ഈ സഹനങ്ങൾ ആമാശയത്തിൽ ക്യാൻസറാണെന്ന് അറിഞ്ഞപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ് നിങ്ങളിത് മാറാനൊന്നും പ്രാർത്ഥിക്കേണ്ട. ദൈവത്തിൻ്റെ പദ്ധതി എന്താണെങ്കിലും അത് നടപ്പിലാവട്ടെ എന്ന് നിങ്ങൾ ഓർത്തോളണം. നിങ്ങൾക്ക് സഹനമുണ്ടെങ്കിൽ ആ സഹനത്തിൽ കൂടെ നിങ്ങൾ ഉരുകി 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 ദൈവതുല്യമാക്കിയിട്ട് ദൈവം നല്ല മനുഷ്യരെ കൊണ്ട് ലോകം നിറയ്ക്കാൻ ഉദ്ദേശിക്കുന്ന കാലഘട്ടമാണ്. ഒപ്പം പിശാച് അതിനെ തകർക്കുന്ന കാലഘട്ടമാണിത്. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ സഹനങ്ങൾ അടിക്കടി വരുമ്പോൾ പലരും പല വ്യാഖ്യാനങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇന്നും പല വ്യാഖ്യാനങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ദൈവം ഇതിൻ്റെ വ്യാഖ്യാനം എനിക്ക് തന്നിട്ടുണ്ട്. ഏതായാലും ഞാൻ മരിക്കും. മരിക്കുന്നതിനേക്കാൾ മുമ്പ് ദൈവത്തിന് എന്നെ നല്ലവളാക്കണം, ശുദ്ധിയുള്ളവളാക്കണം. അതിന് ദൈവം തന്ന സമ്മാനമാണ് ഈ ക്യാൻസർ, ഈ ആമാശയ ക്യാൻസർ. അതുകൊണ്ടാണ് ഇത്രമാത്രം ശുദ്ധിയുള്ളവളാകാൻ, എല്ലാം പൊറുക്കാനും എല്ലാം മറക്കാനും നന്മ ചെയ്യുവാൻ ഉള്ള കാലം കൊണ്ട് വേഗം നന്മ ചെയ്യണമെന്നുള്ളൊരു ഭയങ്കരമായിട്ടൊരു ജ്വരം വന്നിട്ടുള്ളത്. ഇതൊക്കെ ഈ സഹനത്തിൻ്റെ ഫലങ്ങളാണ്. നമുക്ക് സഹനമില്ലെങ്കിലോ പൂർണ്ണ ആരോഗ്യത്തിലൂടെ നടക്കുകയാണെങ്കിലോ നമ്മുടെ ജീവിതത്തിൽ ഇത്രമാത്രം എളിമ വരില്ല. അഹം എന്ന ഭാവം നമുക്ക് വിട്ടുപോകാൻ പറ്റില്ല. ബലവാന്മാരായി കഴിഞ്ഞാൽ പലതും നമ്മൾ ചെയ്തു പോകും. അതുകൊണ്ട് സഹനം നല്ലതാണ്, അത് മാനസികമായാലും ശാരീരികമായാലും. നമ്മുടെ ജീവിതത്തിലെ കഷ്ടതകൾ എന്തിനാണ് സഹനങ്ങൾ ദൈവം അനുവദിക്കുന്നതെന്നോ അപ്പസ്തോല പ്രവർത്തനം 17:27 വ്യക്തമായിട്ടത് പറഞ്ഞിട്ടുണ്ട്. ഇത് മനുഷ്യർ ദൈവത്തെ അന്വേഷിക്കുന്നതിനും ഒരു പക്ഷേ അനുഭവത്തിലൂടെ അവിടത്തെ കണ്ടെത്തുന്നതിനും വേണ്ടിയാണ്. അനുഭവത്തിലൂടെ ദൈവത്തെ കണ്ടെത്താൻ വേണ്ടിയാണ് കർത്താവ് സഹനങ്ങൾ അനുവദിക്കുന്നത്. ചിലപ്പോൾ കുറേ ആളുകൾക്ക് ജീവിതം മുഴുവൻ സഹനമായിരിക്കും. അപ്പോൾ ഞാൻ തളർന്നു കിടക്കുന്ന മനുഷ്യരുണ്ടല്ലോ, ഞാൻ ഒരിക്കൽ മരിയസിമിയോട് പറഞ്ഞ കാര്യം പറഞ്ഞിട്ടില്ല, ഒരു ശുദ്ധീകരാത്മാവ് വന്നിട്ട് അവർ തളർന്നു കിടന്നുകൊണ്ടാണ് അവരുടെ ഗ്രാമം രക്ഷപ്പെട്ടത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതികളുണ്ടാകും നമ്മുടെ സഹനത്തിൻ്റെ പിന്നിൽ. നമ്മുടെ ജീവിതത്തിൽ അനുദിനം ഇതുപോലെ കുരുക്കുകൾ വരുമ്പോൾ ഈ കുരുക്കുകൾ അഴിക്കാനായിട്ട് നമ്മൾ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ കൊടുത്താൽ മതി. ദൈവം അനുവദിക്കുന്നതാണെങ്കിൽ ശ്രദ്ധിക്കണം കേട്ടോ, എല്ലാ കുരുക്കും ചിലപ്പോൾ അഴിഞ്ഞു കിട്ടില്ല. ദൈവം അനുവദിക്കുന്നതാണെങ്കിൽ ആ കുരുക്ക് അമ്മ മാതാവ് അഴിച്ചു തരും. ഇപ്പോൾ 12 വർഷം മുമ്പ് ക്യാൻസർ ആണ് എന്ന് എന്തിനാ ദൈവം എന്നെ അറിയിച്ചത്? ഇപ്പോൾ മരിക്കാൻ പോകുന്ന ഷീലയെ ഇന്ന സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന എന്തിനാണ് ദൈവം ആ കുരുക്കഴിച്ചത്? അത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട്. ഷീല കുറച്ചും കൂടി നാൾ ജീവിക്കണമെന്ന്, എൻ്റെ ജീവിത പങ്കാളി കുറച്ച് നാളും കൂടി ജീവിക്കണമെന്ന്. അങ്ങനെ പദ്ധതിയിലില്ലെങ്കിൽ ആ വ്യക്തി മരിച്ചു പോകും. അപ്പോൾ ദൈവത്തിൻ്റെ ശുദ്ധീകരണം പൂർത്തിയായിട്ടുണ്ടാകാം. അപ്പോൾ നമ്മൾ വിചാരിക്കേണ്ടത് നമുക്ക് സഹനങ്ങൾ വരുന്ന വേദന വരുന്നതൊക്കെ ദൈവത്തെ അന്വേഷിക്കുന്നതിനും അതുവഴി ദൈവത്തെ കണ്ടെത്തുന്നതിനും ദൈവത്തിൻ്റെ ഛായ നമ്മുടെ മുഖത്ത് പ്രതിഫലിപ്പിക്കുന്നതിനും വേണ്ടിയാണ് സഹനങ്ങൾ വരുന്നത്. പ്രിയ സഹോദരങ്ങളെ, ഇത് 3ാമത്തെ പങ്കുവയ്ക്കലാണ്. ഞാനിതിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിനോട് ചേർത്ത് ഒരു പാട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. കുരുക്കഴിക്കുന്ന മാതാവിനെ കുറിച്ച് ഷീന എന്ന് പറയുന്ന സഹോദരിക്ക് കിട്ടിയ പാട്ടാണ്. ഈ പാട്ട് പാടുന്നത് മിനി എന്ന് പറയുന്ന ഒരു സഹോദരിയാണ്. ഷീലയും ഇവിടെ നമ്മുടെ കൂടെ ഉണ്ട്. ഞാനെല്ലാം ഇതിൻ്റെ പിന്നിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഈ കുരുക്കഴിക്കുന്ന മാതാവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ജപമാല കയ്യിൽ പിടിച്ചാൽ പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെയുണ്ടാകും. ചിലപ്പോൾ സഹനത്തിൽ രക്ഷപ്പെടുത്താനും ചിലപ്പോൾ സഹിക്കാനുള്ള ശക്തി തരാനും. ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഇവരെ പരിചയപ്പെടാം, ഇവരുടെ പാട്ട് കേൾക്കാം. ഇതാണ് ഷീല. ഞാൻ പണ്ടൊരിക്കൽ നിങ്ങൾക്ക് ഷീലനെ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. ഷീലയുടെ ഹസ്ബൻഡ് പെട്ടെന്ന് ഗൾഫിൽ വെച്ചിട്ട് മരിച്ചിട്ടും അതിനോടനുബന്ധിച്ച് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാൻ ഷീലനെ പരിചയപ്പെടുത്തുന്നത്, ഷീലയ്ക്ക് വലിയൊരു അസുഖം വന്നു. ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ അസുഖം വന്നിട്ട് അത്ഭുതകരമായിട്ട് പരിശുദ്ധ അമ്മ വിടുതൽ കൊടുത്ത ഒരു വലിയ സാക്ഷിയാണ് ഇത്. സിസ്റ്റർ റാണി മരിയയുടെ ആ പ്രഖ്യാപനത്തോടനുബന്ധിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നില്ല. നെച്ചമ്പോർ മലമുകളിൽ റാണി മരിയയുടെ കബറെടുത്ത് ഞാൻ നിൽക്കുന്ന ആ സമയത്താണ് ഷീലയ്ക്ക് ഇതുപോലെ ഒരു പ്രശ്നം ഉണ്ടാകുന്നതും അവിടെ നിന്ന് സജസ്റ്റ് ചെയ്തിട്ടാണ് പിന്നെ വേറൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതും ഒരു
ഏത് ശീല ആ ബാക്ടീരിയയുടെ പേര് സ്റ്റെഫിലോകോക്കസ് എന്ന് പറഞ്ഞൊരു ബാക്ടീരിയ ആണ് കണ്ടുപിടിച്ചത്. ഇവിടെ തൃശ്ശൂരുള്ള ഒരു ഹോസ്പിറ്റലിൽ മരിക്കുള്ളോ ഇനി മരണം കാത്തു കിടക്കാം എന്ന് പറഞ്ഞ് നിന്നിരുന്ന ആ ഷീലന് ഈശോ സന്ദേശം തരാണ്, ഇല്ല മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം എന്ന്. അവിടെ ചെന്നപ്പോഴാണ് ഈ സ്റ്റെഫിലോകോക്കസ് എന്ന് പറയുന്ന ബിരുദനാണ് ലങ്സിലിരിക്കുന്നത്. പിന്നെ ഒരു ആഴ്ചയ്ക്ക് ഉള്ളിൽ ഷീല 2ാം ജീവൻ പ്രാപിച്ചു. ഞങ്ങളുടെ കൂട്ടായ്മയിൽ പരിശുദ്ധ അമ്മ ചെയ്ത ഒരു വലിയ അത്ഭുത സാക്ഷിയാണ് ഷീല. ഞാനപ്പോൾ നിങ്ങൾക്ക് ഷീലനെ പരിചയപ്പെടുത്താനായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ കൂട്ടായ്മ ഒന്നിച്ചിരിക്കുമ്പോൾ വിചാരിക്കും ഇതൊക്കെ നടക്കുമോ അത്ഭുതങ്ങൾ, ഞങ്ങളിങ്ങനെ ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഈ അമ്മമാർ പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം എന്നൊക്കെ വിചാരിക്കും. പക്ഷെ 2 പേര് മതി. ഫാത്തിമയിലെ അമ്മ പറഞ്ഞ പോലെ അത്ഭുതങ്ങൾ അമ്മ നടക്കും. അപ്പോൾ ഷീലയുടെ സാക്ഷിയാണ് ഞാൻ ഇതുവരെ പറഞ്ഞത് കേട്ടോ. ഇതാണ് മിനി. ഞാൻ നിങ്ങളോട് പറയാറില്ലേ ഇവിടെ മാതാവ് ഇങ്ങനെ കുറേ അനുഗ്രഹങ്ങൾ കൊടുത്തിട്ട്. ഷീന എന്ന് പറഞ്ഞ ഒരു സഹോദരിക്ക് പാട്ട് കൊടുക്കും, ട്രീസ എന്ന് പറഞ്ഞൊരു സഹോദരന് പാടാറ്. പിന്നെ ഇത് മിനി വർഷങ്ങളായിട്ട് മിനി ഈ കൂട്ടായ്മയിൽ സ്ഥിരമായിട്ട് വരുന്ന ആളാണ്. ഞാൻ എപ്പോൾ വയ്യാണ്ട് കിടന്നാലും ആ പ്രാർത്ഥന മുന്നോട്ട് കൊണ്ടുപോകാൻ കറക്റ്റ് ടൈമിൽ ഓടി വരുന്ന ആളാണ് ഈ മിനി. അപ്പോൾ മിനിയാണ് ഇന്നത്തെ പാട്ട്, ഈ കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ പാട്ട് പാടുന്നത്. ഞങ്ങൾ വലിയ പാട്ടുകാരൊന്നല്ലെങ്കിലും മിനി ഒരുവിധം നന്നായിട്ട് പാടും. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ മിനിയുടെ ഈ പാട്ട്. മിനി ഭയങ്കര പങ്ക്ച്വലാണ് മാതാവിൻ്റെ കാര്യത്തിന്. ഈ ചൊവ്വാഴ്ച ദിവസം കഴിഞ്ഞിട്ട് മിനി വേറെ ഏതൊരു പരിപാടിക്കും പോകുള്ളൂ. അപ്പോൾ നമുക്ക് മിനിയുടെ പാട്ട് കേൾക്കാം കേട്ടോ. കൂട്ടം ചെത്തിയ കുഞ്ഞാടുകളെ കോർത്തിണക്കേണമേ, അമ്മേ കോർത്തിണക്കേണമേ. ജീവിതമാകും യാത്രയതൊന്നിൽ കെട്ടുകളെല്ലാം മുറുകുമ്പോൾ, ജീവിതമാകും യാത്രയതൊന്നിൽ കെട്ടുകളെല്ലാം മുറുകുമ്പോൾ, നാടകളെല്ലാം അഴിച്ചു മാറ്റാൻ നീയണഞ്ഞിടണമേ, അമ്മേ നീയണഞ്ഞിടണമേ. കുരുക്കഴിക്കും മാതാവേ നീ കൂട്ടിനു വന്നിടണേ, കൂട്ടം തെറ്റിയ കുഞ്ഞാടുകളെ കോർത്തിണക്കേണമേ, അമ്മേ കോർത്തിണക്കേണമേ. പാപത്തിന്നരരാത്രിയിൽ ഞങ്ങൾ വീണലിഞ്ഞിടുമ്പോൾ, പാപത്തിന്നരരാത്രിയിൽ ഞങ്ങൾ വീണലിഞ്ഞിടുമ്പോൾ,
കോർത്തിണക്കേണമേ അമ്മേ കോർത്തിണക്കേണമേ കുരുക്കളിക്കും മാതാവേദി കൂട്ടിനും വന്നിടണേ കൂട്ടം തെറ്റിയ കുഞ്ഞാടുകളെ കോർത്തിണക്കേണമേ അമ്മേ കോർത്തിണക്കേണമേ അമ്മേ കോർത്തിണക്കേ